1967 ഒരു സാഹചര്യം, അത് കഴിഞ്ഞ് വലിയൊരു ഗ്യാപ്പ്. നമ്മുടെ മുമ്പിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഖദീജ മുംതാസ്, അല്ലെങ്കിൽ ഇപ്പൊ മറ്റേ ഫാത്തിമ ഗഫൂർ, അല്ലെങ്കിൽ ഖമറുന്നിസ അൻവർ, ഇങ്ങനെ കുറച്ച് പേരുകളെ നമ്മൾ പറയാനുള്ളൂ. അതൊരു വലിയ ന്യൂനതയല്ലേ? 67 ഈ EMS നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റ് CPM CPI ലീഗ് അടക്കമുള്ള മന്ത്രിസഭ വരികയാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പ്രാതിനിധ്യം മാറിയിട്ട് ഞാൻ പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തിൻ്റെ മുഴുവൻ അധികാരവും ലീഗിന് അങ്ങ് വിട്ടുകൊടുക്കുകയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ. അവർ നിശ്ചയിച്ചോട്ടെ. അപ്പോൾ അവർ നിശ്ചയിച്ചോട്ടെ ഒരു ആണുങ്ങളെ പാർട്ടിയാണത്. ശരിക്കും മുസ്ലിം ലീഗിൻ്റെ ജിന്നയുടെ ലീഗ് ഇങ്ങനെ ആയിരുന്നില്ല. ജിന്ന കുറേ കൂടി സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്ത ലീഗായിരുന്നു. ജിന്നയുടെ ലീഗിൻ്റെ കാലത്ത് അതിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ സ്ത്രീകളുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ലീഗിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവിൽ ബഹുഭാരിത്വത്തിനെതിരെ പ്രമേയം കൊണ്ടുവന്നിരുന്നു മുസ്ലിം സ്ത്രീകൾ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ തന്നെ പാകിസ്ഥാനിൽ നമ്മളെക്കാൾ കുറേ കൂടി കൺസർവേറ്റീവായ മതങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള പാകിസ്ഥാനിൽ പോലും സ്ത്രീകൾ വലിയ രാഷ്ട്രീയ രംഗത്ത് വരുന്നുണ്ട്.